ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ലോ ഓഫ് ലിബർട്ടിയെ പറ്റി മനസ്സിലാക്കി. നെവിൽ ഗോഡാർഡ് ലോ ഓഫ് ലിബർട്ടി ഉപയോഗിച്ച് സൈന്യത്തിൽ നിന്ന് പുറത്തു വന്നതും മനസ്സിലാക്കി. ഈ വീഡിയോയിൽ ഒരു കൊച്ചു പയ്യൻ ലോ ഓഫ് അസംപ്ഷൻ ഉപയോഗിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായ്ക്കുട്ടിയെ മാനിഫെസ്റ്റ് ചെയ്ത കഥയാണ്. നെവിൽ ഗോഡാർഡ് പറയുന്നു, ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ന്യൂയോർക്കിലെ ഒരു ബിസിനസ്സുകാരിയായ മുത്തശ്ശി കാണാൻ വന്നു. പെൻസിൽവാനിയയിൽ നിന്ന് മുത്തശ്ശിയെ കാണാൻ വന്ന കൊച്ചുമകനെയും കൂടെ കൊണ്ടുവന്നിരുന്നു. മുത്തശ്ശി തൻ്റെ ബിസിനസ്സിനെ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയും മറ്റുമുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നെവിൽ ഗോഡാർഡ് ലോ ഓഫ് അസംപ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ നടപടിക്രമം വിശദമായിട്ട് മുത്തശ്ശിയോട് വിവരിക്കുകയാണ്. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടി നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു. അവൻ ചെറിയൊരു കളിപ്പാട്ടത്തിൻ്റെ ട്രക്ക് ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിൽ ലയിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നെവിൽ ഗോഡാർഡ് മുത്തശ്ശിയോട്, ആ ബിസിനസ് വുമണിനോട്, തൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച ബോധാവസ്ഥയെ ഉറങ്ങുന്നതിന് മുൻപ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി വിശദീകരിച്ചു. അപ്പോൾ പട്ടാള ക്യാമ്പിൽ നെവിൽ ഗോഡാർഡിനുണ്ടായ സ്വന്തം അനുഭവവും ആ ഒരു ഇമാജിനേഷനിലൂടെ പട്ടാള ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന അനുഭവവും വിശദീകരിച്ചു. ഓരോ രാത്രിയും സ്വന്തം വീട്ടിലാണെന്ന് സങ്കല്പിച്ച് കിടന്നുറങ്ങിയതിൻ്റെ പരിണിത ഫലമായി 8-9 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. ആർമിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യമുണ്ടായി. ആ കഥ ആ ബിസിനസ്സുകാരിയോട് നെവിൽ ഗോഡാർഡ് വിശദീകരിച്ചു. എല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയും കൊച്ചുമകനും കൂടി തിരിച്ചു പോകാൻ നേരത്ത് ആ കൊച്ചു പയ്യൻ നെവിൽ ഗോഡാർഡിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എനിക്കെന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം, ഇപ്പോൾ അതെങ്ങനെ നേടണമെന്നും എനിക്കറിയാം. ആശ്ചര്യത്തോടെ ഞാൻ അവനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ഹൃദയം ഒരു നായ്ക്കുട്ടിയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഉടൻ തന്നെ അവൻ്റെ അമ്മൂമ്മ ശക്തമായി പ്രതിഷേധിച്ചു. ആ കുട്ടിയോട് ഒരു കാരണവശാലും നായയെ വളർത്താൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അച്ഛനും അമ്മയും അത് അനുവദിക്കില്ലെന്നും കുട്ടിക്ക് ആ നായ്ക്കുട്ടിയെ കൊണ്ടുവന്നാൽ പരിപാലിക്കാനുള്ള പ്രായമായിട്ടില്ലെന്നും പറഞ്ഞു. അതിനുമുപരിയായിട്ട് ആ കുട്ടിയുടെ പിതാവിന് നായ്ക്കളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. വീണ്ടും അവിടെ ഒരു വഴക്കുണ്ടാവുകയാണ്, മുത്തശ്ശിയും കുട്ടിയും. കുട്ടി പറയുന്നു, ഇതെല്ലാം വാദങ്ങളാണ്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആ കുട്ടി പറയുന്നു, എല്ലാ രാത്രിയും ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എനിക്കൊരു നായയുണ്ടെന്നും ഞങ്ങൾ നടക്കാൻ പോകുന്നതായി നടിക്കുവാൻ പോവുകയാണെന്നും പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, മിസ്റ്റർ നെവിൽ, അതല്ല ഉദ്ദേശിച്ചത്, നിന്നെ ഉദ്ദേശിച്ചുള്ളതല്ല, നിനക്ക് ഒരു നായയെ വളർത്താൻ കഴിയില്ല. ആ സീൻ അവിടെ അവസാനിക്കുന്നു. 6 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആ മുത്തശ്ശി നെവിലിനെ കാണാൻ വരുന്നു. എന്നിട്ട് അത്ഭുതകരമായ ഒരു കഥ പറയുന്നു. ആ നായയെ സ്വന്തമാക്കാനുള്ള ആ കുട്ടിയുടെ ആഗ്രഹം വളരെ തീവ്രമായിരുന്നു. ഒരാളുടെ ആഗ്രഹം എങ്ങനെ നേടാമെന്ന് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞതെല്ലാം അവൻ നല്ല രീതിയിൽ മനസ്സിലാക്കി. ലോ ഓഫ് അസംപ്ഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ മനസ്സിലാക്കി. ഒടുവിൽ ഒരു നായയെ എങ്ങനെ നേടാമെന്ന് അവനറിയാമെന്ന് അവൻ്റെ ഉള്ളിൽ വിശ്വസിച്ചു. ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പല രാത്രികളിലും തൻ്റെ കട്ടിലിൽ ഒരു നായ തൻ്റെ അരികിൽ കിടക്കുന്നതായിട്ട് ആ കുട്ടി സങ്കല്പിച്ചു. ഭാവനയിൽ അവൻ നായയെ ലാളിച്ചു. യഥാർത്ഥത്തിൽ അതിൻ്റെ രോമങ്ങൾ അനുഭവപ്പെട്ടു. നായയുമായി കളിക്കുക, നടക്കാൻ കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് സംഭവിച്ചു. കുട്ടി താമസിച്ചിരുന്ന നഗരത്തിലെ ഒരു പത്രം മൃഗങ്ങളോടുള്ള ദയയോടനുബന്ധിച്ച് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഞാൻ എന്തുകൊണ്ട് ഒരു നായയെ സ്വന്തമാക്കണം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം എഴുതാൻ എല്ലാ സ്കൂൾ കുട്ടികളോടും ഈ സംഘടന അഭ്യർത്ഥിച്ചു. എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള എൻട്രികൾ സമർപ്പിക്കുകയും വിധി നിർണ്ണയിക്കുകയും ചെയ്ത ശേഷം മത്സരത്തിലെ വിജയിയെ പ്രഖ്യാപിച്ചു. ന്യൂയോർക്കിലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ആഴ്ചകൾക്ക് മുമ്പ്, ഇപ്പോൾ എനിക്കറിയാം ഒരു നായയെ എങ്ങനെ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞ അതേ ആൺകുട്ടി തന്നെയായിരുന്നു ആ ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചത്. പത്രത്തിൽ കഥകളും ചിത്രങ്ങളും സഹിതം പ്രചരിച്ച വിപുലമായ ചടങ്ങിൽ ആൺകുട്ടിക്ക് മനോഹരമായ ഒരു കോളി നായ്ക്കുട്ടിയെ സമ്മാനിച്ചു. ഈ കഥ നെവിൽ ഗോഡാർഡിനോട് മുത്തശ്ശി പറയുകയാണ്. ഒരുപക്ഷെ മുത്തശ്ശി ആൺകുട്ടിക്ക് നായയെ വാങ്ങാനുള്ള പണം നൽകിയിരുന്നെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ അതിനെ നിരസിക്കുകയും അത് ആൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. കൂടാതെ ആ കുട്ടിക്ക് ആരെങ്കിലും ഒരു നായയെ സമ്മാനമായി നൽകിയെന്നിരിക്കട്ടെ, എങ്കിൽ അത് നിരസിക്കുമായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് നായയെ കിട്ടിയ നാടകീയമായ രീതി, നഗരത്തിലുടനീളം നടന്ന മത്സരത്തിൽ, ആ ഒരു സിറ്റിയിലുടനീളം നടന്ന മത്സരത്തിൽ
അവനാണ് വിജയിച്ചത്. നഗരത്തിലുടനീളം നടന്ന മത്സരത്തിൽ അവൻ വിജയിച്ച രീതി, പത്രങ്ങളിലെ കഥകളും ചിത്രങ്ങളും നേട്ടത്തിൻ്റെ അഭിമാനവും ആൺകുട്ടിയുടെ സന്തോഷവും എല്ലാം കൂടിച്ചേർന്ന് മാതാപിതാക്കളുടെ മനസ്സിൽ മാറ്റം വരുത്തി. അവൻ്റെ മാതാപിതാക്കൾ അവനോട് നായയെ വളർത്തുവാൻ അനുവദിച്ചു. ഇതെല്ലാം ആ മുത്തശ്ശി നെവിൽ ഗോഡാർഡിനോട് അത്ഭുതത്തോടെ വിശദീകരിച്ചു. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു പ്രത്യേക ബ്രീഡിലുള്ള നായയുണ്ടെന്ന് മുത്തശ്ശിയോട് പറഞ്ഞിരുന്നു. അത് കോളി എന്ന ഇനത്തിൽപ്പെട്ട നായയായിരുന്നു. അവന് ലഭിച്ചതും അതുതന്നെയായിരുന്നു. ഇങ്ങനെയാണ് ലോ ഓഫ് അസംഷൻ വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അസംഷൻ്റെ കൂടുതൽ റിയൽ സ്റ്റോറികൾ പവർ ഓഫ് അവെയർനെസ് എന്ന പുസ്തകത്തിലുണ്ട്. കൂടുതൽ കഥകളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.